വിദേശികൾക്ക് ഇന്ത്യ എപ്പോഴും അവരുടെ പ്രിയപ്പെട്ട രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവാണെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിലേക്ക് വന്നാൽ തിരികെ പോകാൻ മടി കാണിക്കുന്നു എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. ഇപ്പോഴാ ഇന്ത്യയിൽ വന്നിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് ഉറക്കെ വിളിച്ച ഓസ്ട്രേലിയൻ സഞ്ചാരിയുടെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒരുപാട് വിദേശികൾ ഇന്ന് ഇന്ത്യ സന്ദർശിക്കാനായി എത്താറുണ്ട്. ഇന്ത്യ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരും അക്കൂട്ടത്തിലുണ്ട്. ഇവിടെ നിന്നും പകർത്തുന്ന വീഡിയോകൾ അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുമുണ്ട്. അങ്ങനെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലോറ സന്ദർശനത്തിനിടെ ഒരു വിദേശി യുവാവ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഹൃദയം കവർന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ കൈലാഷ് ക്ഷേത്രത്തിൽ നിന്നും ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുകയാണ് ഡങ്കൻ മക്ടോട്ട് എന്ന ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരി. വളരെ പെട്ടെന്ന് വീഡിയോ വൈറലായി മാറിയതോടെ യുവാവിന് ആധാർ കാർഡ് കൊടുക്കാവുന്നതാണ് എന്നാണ് നെറ്റിസൺസ് അഭിപ്രായപ്പെടുന്നത്. ഞാൻ എൻ്റെ ആധാർ കാർഡിന് റെഡിയായോ എന്ന ചോദ്യവുമായി തന്നെയാണ് യുവാവ് ഇന്ത്യയിൽ നിന്നുള്ള തന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്നതും. താൻ ഇന്ത്യയിലാണ്, ഇത് കാണൂ എന്നും യുവാവ് പറയുന്നുണ്ട്. പിന്നാലെ ഉറക്കെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ച് പറയുന്നതാണ് കാണുന്നത്. പിന്നാലെ ജയ് ശ്രീറാം എന്നും പറയുന്നത് കേൾക്കാം. ചുറ്റും നിന്ന ആളുകളും യുവാവിനോടൊപ്പം ചേരുന്നതാണ് പിന്നെ കാണുന്നത്. താൻ കൈലാഷ് ക്ഷേത്രത്തിലാണ് ഉള്ളത് എന്ന് പറയുന്നിടത്താണ് മക്നോട്ടിന്റെ പ്രസ്തുത വീഡിയോ അവസാനിക്കുന്നത്. അതിവേഗത്തിലാണ് വീഡിയോ വൈറലായി മാറിയത്. നിരവധി പേർ വീഡിയോയ്ക്ക് കമന്റുകളും നൽകിയിട്ടുണ്ട്. മക്നോട്ടിന്റെ ആധാർ കാർഡ് വെരിഫിക്കേഷൻ പൂർത്തിയായി എന്നാണ് മിക്കവരും വീഡിയോയ്ക്ക് കമന്റുകൾ നൽകിയിരിക്കുന്നത്. അതേസമയം ഒരു ദശാബ്ദത്തിലേറെ അമേരിക്കയിൽ ചിലവഴിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയ ഒരു NRI യുവാവിന്റെ അനുഭവവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ തീരുമാനങ്ങളിൽ ഒന്ന് എന്നാണ് മടങ്ങി വരാനുള്ള തീരുമാനത്തെക്കുറിച്ച് യുവാവ് കുറിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ ഷെയർ ചെയ്തിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് തന്റെ പ്രായമായ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയാണ് താൻ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയത് എന്നാണ്. അവരുടെ ആരോഗ്യസ്ഥിതി മോശമായി വരികയായിരുന്നു. അത് അത്രയും ദൂരത്ത് നിന്നും നോക്കുക സാധ്യമായിരുന്നില്ല. അതിനാൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നുവെന്നും യുവാവ് പറയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ ആ തീരുമാനത്തിൽ തനിക്ക് ഖേദമില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. സർജറികൾക്ക് ശേഷം അവർ സുഖപ്പെടുന്നത് കാണാൻ അവരുടെ അടുത്തായി ഉണ്ടാവുന്നതിന്റെ ആശ്വാസവും സമാധാനവുമാണ് യുവാവ് തന്റെ പോസ്റ്റിൽ വിവരിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥകൾ, വിസ പ്രശ്നങ്ങൾ, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരന്തരമായ ഉത്കണ്ഠയിൽ നിന്നും നാട്ടിലേക്ക് വരാനുള്ള നീക്കം തന്നെ മോചിപ്പിച്ചുവെന്ന് യുവാവ് പറയുന്നു. ഇന്ത്യയിൽ തന്നെ ഒരു വർക്ക് ഫ്രം ഹോം ജോലി നേടിയത് സാമ്പത്തികമായിട്ടുള്ള സ്വാതന്ത്ര്യവും സേവിങ്സും തന്റെ ഭാവിയെക്കുറിച്ച് തനിക്കൊരു നിയന്ത്രണം നൽകിയിട്ടുണ്ടെന്നും യുവാവ് കൂട്ടിച്ചേർത്തു. എപ്പോൾ വേണമെങ്കിലും ജോലി ഉപേക്ഷിക്കാൻ കഴിയുമെന്ന് അറിയുന്നത് എത്രത്തോളം സ്വാതന്ത്ര്യം തരുന്നു എന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല എന്നാണ് യുവാവ് കുറിച്ചിരിക്കുന്നത്. രാജ്യം വിടേണ്ടി വന്നേക്കാം എന്ന ഭയമില്ലാതെ സ്വന്തം വീട്ടിൽ കഴിയാൻ സാധിക്കുന്നതിന്റെ ആശ്വാസം യുവാവിന്റെ പോസ്റ്റിൽ വായിച്ചെടുക്കാം. എന്നാൽ ഇത്രയൊക്കെ നല്ല വശങ്ങൾ ഉണ്ടെങ്കിലും US ജോലിയും ജീവിതവും വിട്ടുകളയുന്നത് എളുപ്പമായിരുന്നില്ല എന്ന് യുവാവ് സമ്മതിക്കുന്നുമുണ്ട്. കാലിഫോർണിയയിലെ സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതമായിരുന്നു. തിരിച്ചെത്തിയ ശേഷവും വിചിത്രമായ ഒരു അടുപ്പം US തോന്നുന്നുണ്ട്. ഇപ്പോഴും അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് അടക്കം താൻ സൂക്ഷിക്കുന്നു. പണം നാട്ടിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടില്ല എന്നാണ് യുവാവ് കുറിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.